Hi friends, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിന്റെ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ്. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. 2-3 ദിവസം മുമ്പ് തന്നെ യൂട്യൂബിന്റെ ഒഫീഷ്യൽ പേജിൽ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിരുന്നു. ആ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാണ് ആ സമയത്ത് 2-3 ദിവസം മുമ്പേ ഇത് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിൽ വന്ന ആ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതായത് ഈ വർഷം 2019 ഫെബ്രുവരി 25 മുതൽ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിൽ ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ പുതിയ മാറ്റം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് യൂട്യൂബിന്റെ പഴയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി എന്താണെന്ന് പറയാം. നമുക്കറിയാം യൂട്യൂബിന്റെ കോപ്പിറൈറ്റ് പോളിസി ഉണ്ട്, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി ഉണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സ്ട്രൈക്കുകൾ യൂട്യൂബ് തരികയും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുകയൊക്കെ തന്നെ ചെയ്യും. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൽ കോപ്പിറൈറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല ഈ അപ്ഡേറ്റിൽ പറയാൻ പോകുന്നത്. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിലാണ് ചില മാറ്റങ്ങൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി മുമ്പത്തെ എങ്ങനെയായിരുന്നു? നമ്മളുടെ ചാനലിൽ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് ലഭിക്കും. അത് യൂട്യൂബ് തരുന്ന സ്ട്രൈക്കാണ്. ആ സ്ട്രൈക്ക് 3 മാസത്തേക്ക് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കും. 90 ഡേയ്സിൽ ആ സ്ട്രൈക്ക് റിമൂവ് ആകും. അപ്പോൾ ഈ ആദ്യ സ്ട്രൈക്കിനോടൊപ്പം തന്നെ ലൈവ് സ്ട്രീം പോകാനുള്ള ഫീച്ചറും ഡിസേബിൾ ആകുമായിരുന്നു. അതിനുശേഷം രണ്ടാമതൊരു സ്ട്രൈക്ക് 90 ഡേയ്സിനുള്ളിൽ തന്നെ ആദ്യത്തെ സ്ട്രൈക്ക് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലേക്ക് രണ്ടാമതൊരു സ്ട്രൈക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സാധിക്കത്തില്ല. വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഫീച്ചറും ഡിസേബിൾ ആവും. അതിനുശേഷം ഈ 2 സ്ട്രൈക്കും നിലനിൽക്കുന്ന സമയത്ത് തന്നെ മൂന്നാമതൊരു സ്ട്രൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോവും, ഡിസേബിൾ ആയി പോവും. അപ്പോൾ ഇതാണ് യൂട്യൂബിന്റെ പഴയ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ പോളിസി. എന്നാൽ ഈ ഫെബ്രുവരി 25 ശേഷം യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 25 ശേഷം നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് യൂട്യൂബ് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആയിട്ട് നമ്മുടെ ചാനലിൽ നൽകത്തില്ല. അതിന് പകരമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു വാർണിംഗ് മെയിൽ തരും. നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഐഡിയിൽ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് തരും. നിങ്ങളുടെ ചാനലിൽ ഇതേപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇതിനി ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു നമുക്കൊരു മെയിൽ തരും. അതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് മുമ്പോട്ടുള്ള സമയങ്ങളിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് നമുക്ക് ആ ഒരു വാർണിംഗ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് ഒറ്റ പ്രാവശ്യം മാത്രമേ നമ്മുടെ ചാനലിലേക്ക് ലഭിക്കത്തുള്ളൂ. വീണ്ടും നമ്മൾ കമ്മ്യൂണിറ്റി വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സ്ട്രൈക്ക് തന്നെ ആയിരിക്കും വരിക. അപ്പോൾ ലൈഫ് ടൈമിലേക്ക് ഒരു പ്രാവശ്യം യൂട്യൂബ് നമുക്കൊരു പ്രാവശ്യം ക്ഷമിച്ചു തരും. നമ്മൾ കമ്മ്യൂണിറ്റി വയലേഷൻ 2019 ഫെബ്രുവരി 25 ശേഷം ചെയ്തു കഴിഞ്ഞാൽ. പിന്നീട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ ഒരു പ്രാവശ്യം യൂട്യൂബ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ക്ഷമിച്ചു, രണ്ടാമത് വീണ്ടും നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് യൂട്യൂബ് സ്ട്രൈക്ക് തരും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തരും. ഇത് 90 ഡേയ്സിൽ നിലനിൽക്കും. 90 ഡേയ്സ് വരെ നിലനിൽക്കും. മുമ്പ് 90 ഡേയ്സ് ആയിരുന്നു, ഇപ്പോൾ 90 ഡേയ്സ് വരെയാണ് അതിന്റെ കാലപരിധി. അതിനുശേഷം മുമ്പ് ലൈവ് സ്ട്രീമിംഗ് മാത്രമേ ഡിസേബിൾ ആകത്തുള്ളായിരുന്നു. എന്നാൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തൊട്ട് ഇവിടെ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ അപ്ലോഡിംഗ് ഫീച്ചറും ഡിസേബിൾ ആവും. അതിനോടൊപ്പം തന്നെ ഈ സമയപരിധിയിൽ തന്നെ അതായത് ഒരു സ്ട്രൈക്ക് നിലനിൽക്കുമ്പോൾ അടുത്ത ഒരു സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോ അപ്ലോഡിംഗ് ഫീച്ചർ 2 ആഴ്ചത്തേക്ക് വീണ്ടും ഡിസേബിൾ ആവും. ഈ സമയത്ത് തന്നെ വീണ്ടും മൂന്നാമതൊരു സ്ട്രൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആയി പോകും. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചേഞ്ച് വന്നിരിക്കുന്നത്, ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ നമ്മൾ ഇടുന്ന വീഡിയോകളിൽ മാത്രമല്ല, നമ്മൾ യൂട്യൂബ് സ്റ്റോറിയിൽ എന്തെങ്കിലും വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്ന പോസ്റ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് തന്നെ ലഭിക്കും. പിന്നെ വീഡിയോയുടെ തമ്പനയിലിൽ ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഏതെങ്കിലും തെറ്റായിട്ടുള്ള ലിങ്കുകൾ കൊടുത്ത് ഏതെങ്കിലും തെറ്റായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ ആണ്. അവിടെയും നമുക്ക് സ്ട്രൈക്ക് ലഭിക്കും. അതുകൊണ്ട് മുമ്പോട്ടുള്ള സമയങ്ങളിൽ യൂട്യൂബിൽ കുറച്ചുകൂടി ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ നീക്കാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ ഒക്കെ പേരിൽ നമ്മുടെ ചാനൽ തന്നെ ഡിസേബിൾ ആയി പോയെന്ന് വരാം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. പലർക്കും ഉള്ള ഒരു സംശയമാണ്, യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് 3 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് അടുപ്പിച്ച് 3 പ്രാവശ്യം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നാലും നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആകില്ല എന്ന് കരുതുന്ന ചിലരുണ്ട്. അതായത് 3 പ്രാവശ്യം ചാനലിൽ സ്ട്രൈക്ക് വന്ന് 4ാമത്തെ പ്രാവശ്യം സ്ട്രൈക്ക് വരികയാണെങ്കിൽ മാത്രമേ ചാനൽ ടെർമിനേറ്റ് ആകൂ എന്ന് കരുതുന്നവരുണ്ട്.
എന്നാൽ അങ്ങനെയല്ല, 2 സ്ട്രൈക്ക് വന്നതിന് ശേഷം ആ 2 സ്ട്രൈക്ക് നിലനിൽക്കുന്ന സമയത്ത് മൂന്നാമതൊരു സ്ട്രൈക്ക് കൂടി വന്നാൽ ആ മൂന്നാമത്തെ സ്ട്രൈക്കിൽ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അങ്ങനെയാണ് ഗൂഗിളിന്റെ പോളിസി. അല്ലാതെ 3 സ്ട്രൈക്ക് വന്നു, ആ 3 സ്ട്രൈക്ക് വരെ കുഴപ്പമില്ല, 4ാമത്തെ സ്ട്രൈക്ക് വന്നാൽ ചാനൽ പോകും എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല, 3 സ്ട്രൈക്കിൽ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്താണ്, അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പലരും ആവശ്യപ്പെട്ടിരുന്നു. കമന്റ് സെക്ഷനിലൊക്കെ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല ഇതുവരെ. തുടർന്നുള്ള ദിവസങ്ങളിൽ, തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.